ശ്രീ സന്ദീപ് വാര്യർ, പക്ഷേ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനൊരു മര്യാദയുണ്ട് അല്ലേ? അങ്ങ് ആ ചോദ്യങ്ങൾ വസ്തുതാപരമായി ചോദിക്കാം. വസ്തുതാപരമായി ചോദിക്കുമ്പോൾ അതിന് ആധികാരികമായി ഇരിക്കേണ്ടത് വസ്തുതാപരമായ കാര്യങ്ങളാണ്. അല്ലാതെ കൃത്രിമമായി ഉണ്ടാക്കിയ ചിത്രങ്ങൾ എന്ന നിലയ്ക്കാണ് ഇന്നിപ്പോൾ നിങ്ങളുടെ KPCC രാഷ്ട്രീയകാര്യ അംഗത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്ന് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടോ? ഇത് അദ്ദേഹം ചെയ്തതല്ല. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ ചിത്രം ചമച്ച് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ആ കേസ്. അത് ഗൗരവതരമായ ഒരു കുറ്റമാണ്. മാധു, ഒരു AI ചിത്രവും സാധാരണ ചിത്രവും കണ്ടാൽ സാമാന്യേന ഞാനും മാധുവും ഉൾപ്പെടെ ഈ മലയാളിക്കും തിരിച്ചറിയാൻ സാധിക്കില്ല. മലയാളിക്കെന്നല്ല, ഇവിടെ ലോകത്ത് ഒരാൾക്കും അങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ല. അതല്ലെങ്കിൽ അനിതര സാധാരണമായിട്ടുള്ള കഴിവൊക്കെ വേണം. ഫോറൻസിക് പരിശോധന ഇല്ലാതെ തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പം ഞാനും ഏതെങ്കിലും ഷാരൂഖ് ഖാനും കൂടി ഒരുമിച്ച് ദുബായ് ബീച്ചിൽ നടക്കുന്ന ഫോട്ടോ ഞാൻ AI ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുണ്ട്. പലരും എന്നോട് അനുഭവത്തോടെ ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങൾ എപ്പോൾ ഫോട്ടോ എടുത്തു ചോദിച്ചു. വളരെ ഒറിജിനൽ എന്ന് തോന്നുന്ന ചിത്രങ്ങളൊക്കെ AI ആയിട്ടുണ്ടാക്കാം. അപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല. ആരെങ്കിലുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്തരം ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിച്ചു പോകാം, അത്രേ ഉള്ളൂ. ഒന്ന്, ഇനി തെറ്റിദ്ധരിക്കാൻ ഇടയായ സാഹചര്യം എന്താ? മുഖ്യമന്ത്രി ഉണ്ണീഷൻ പോറ്റിയും തമ്മിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അവർ ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഉണ്ണീഷൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രി ഒരു കീ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ്റെ കൂടെ ഉണ്ണീഷൻ പോറ്റി ഇരുന്ന് സംസാരിക്കുന്ന ചിത്രം പുറത്തുണ്ട്. വാസവൻ്റെ കൂടെ ഉണ്ണീഷൻ പോറ്റിയുള്ള ചിത്രമുണ്ട്. CPMൻ്റെ വിവിധ നേതാക്കന്മാരുടെ കൂടെ ഉണ്ണീഷൻ പോറ്റിയുണ്ട്. ശശിക്ക് കൈ കൊടുക്കുന്ന വീഡിയോ ഉണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും പബ്ലിക് ഡൊമൈനിലുള്ളപ്പോൾ എല്ലാ മനുഷ്യരും വിശ്വസിക്കില്ല. ഇത് ഈ ഒറിജിനലാണെന്ന് വിശ്വസിക്കില്ല. ഇനി ഒറിജിനൽ അല്ല എന്ന് ആരാ പറയുന്നത്? മുഖ്യമന്ത്രിയുള്ള പോലീസല്ലേ പറയുന്നത്? ഫോറൻസിക് പരിശോധന കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ കേരള പോലീസ് പറയുന്നത് വിശ്വസിച്ചിട്ടല്ലേ നിങ്ങളും ഇത് ഒറിജിനൽ അല്ല എന്ന് പറയുന്നത്? അത് പരിശോധന കഴിയട്ടെ, വരട്ടെ, അപ്പോഴല്ലേ അത് ഒറിജിനൽ ആണോ? മുഖ്യമന്ത്രി വരുന്നത് മുതൽ മുഖ്യമന്ത്രി പോകുന്നത് വരെയുള്ള കട്ട് ചെയ്യാത്ത ദൃശ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതിലെവിടെയും ഈ പറയുന്ന ഒന്നില്ല. അദ്ദേഹം ഒരു തികഞ്ഞ കള്ളന്റെ ശാരീരിക ബുദ്ധിയോടുകൂടി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി കൈകൊണ്ട് എപ്പോഴും കാണിക്കുന്നത് പോലെ മാറി നിൽക്കൂ എന്ന ഒരു ആംഗ്യം കാണിച്ചതിന് ശേഷം കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഒരു ചിത്രത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ ദൃശ്യങ്ങൾ ആധികാരികമാണ് എന്നതുകൂടി അഭിപ്രായപ്പെടുകയാണ് ശേഷവും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത.